ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന നേന്ത്രപ്പഴം വെച്ചിട്ട് ഒരു സർപ്രൈസ് സ്നാക്കാണ് കേട്ടോ തയ്യാറാക്കി എടുക്കാൻ പോകുന്നത്. ഒരു വെറൈറ്റി ആയിട്ട് ചിന്തിച്ചപ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള സിമ്പിളായിട്ടുള്ളൊരു സ്നാക്ക് കിട്ടി. അപ്പോൾ അങ്ങനെ ഞാൻ ഉണ്ടാക്കി നോക്കിയതാണ്. അപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് തോന്നി. അപ്പോൾ നമുക്ക് എങ്ങനെയാണിത് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് എന്ന്. ഞാൻ 4 നേന്ത്രപ്പഴമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ 4 നേന്ത്രപ്പഴം പുഴുങ്ങിയെടുത്തിട്ടാണ് ചെയ്തത്. അപ്പോൾ ഞാനിത് ഓവനിലാണ് പുഴുങ്ങിയെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഏത് രീതിയിലാണോ പുഴുങ്ങിയെടുക്കുന്നത് ആ രീതിയിൽ പുഴുങ്ങിയെടുക്കുക. അപ്പോൾ നല്ല ചൂടുണ്ട്, അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിലുള്ള ആരുകൾ ഉണ്ടാവുമല്ലോ, നാരുകൾ, അതും കൂടെ ഒന്ന് കളഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ചൂടാണ്. അപ്പോൾ നമ്മൾ സാധാരണ കുക്കറിൽ പുഴുങ്ങുകയെന്നുണ്ടെങ്കിൽ അങ്ങനെ പുഴുങ്ങിയെടുക്കുക, അതല്ലാന്നുണ്ടെങ്കിൽ പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അങ്ങനെ പുഴുങ്ങിയെടുക്കുക, ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ ഓവനിൽ പുഴുങ്ങിയെടുത്ത പഴമാണ്. അപ്പോൾ അതിൻ്റെ ആരൊക്കെ ഇതുപോലെ ഇതിൻ്റെ ഉള്ളിലെ കറുപ്പ് അരികളുണ്ടല്ലോ, അത് വേണമെന്നുണ്ടെങ്കിൽ കളയാം. ഞാനിപ്പോൾ അത് കളയുന്നൊന്നുമില്ല, നിർബന്ധമൊന്നും ഇല്ല, കളയണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. എന്നിട്ട് ഞാനിതുപോലെ ഒരു സ്മാഷർ ഉപയോഗിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് അടച്ചെടുക്കുന്നുണ്ട്. നമ്മുടെ കൈ വെച്ചിട്ട് ഉടച്ചെടുത്താൽ നന്നായിട്ട് ചൂട് പോയിട്ട് കൈ വെച്ചിട്ട് ഉടച്ചെടുത്താലും മതി. പിന്നെ ഇത് നിങ്ങളുടെ എടുക്കുന്ന പഴം ഓവറായിട്ട് പഴുത്തു പോയിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ബോൾസ് ആക്കി എടുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു ടിപ്പ് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഇപ്പോൾ എൻ്റേത് കറക്റ്റ് പരുവാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്, അതിൽ ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ബ്രെഡ് ക്രംസ് കുറച്ചൊന്ന് ഒരു ടേബിൾ സ്പൂണൊക്കെ ആ ഒരു പഴത്തിലേക്ക് ചേർത്താൽ മതി. ഓവറായിട്ട് പഴുത്ത പഴമാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ബോൾസ് ആക്കി എടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ. പിന്നെ ഞാൻ കുറച്ച് ചോക്ലേറ്റ് ഗനാഷാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതാണ് നമ്മുടെ സർപ്രൈസ് ഐറ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ ബോൾസാക്കി എടുത്തിട്ടൊന്ന് പരത്തിയിട്ട് അതിൽ കുഴിയാക്കി കൊടുക്കുക. എന്നിട്ട് ആ ചോക്ലേറ്റ് ഗനാഷ കുറച്ചൊന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ചോക്ലേറ്റ് ഗനാഷ തന്നെ വേണം നിർബന്ധമൊന്നുമില്ല. ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ ചോക്ലേറ്റ് ചിപ്സോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. അതിന് സെൻട്രലായിട്ട് ഞാനൊരു പിസ്താഷ്യം കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ബോൾ ഷേപ്പിലാക്കി എടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ കട്ട്ലറ്റിൻ്റെ ഷേപ്പിലോ ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതുപോലെ ചോക്ലേറ്റ് പുറത്തേക്ക് വരാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് ബോളാക്കി എടുക്കുക. എന്നിട്ട് ആ ഒരു ബ്രെഡ് ക്രംസിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെ പ്രസ് ചെയ്ത് കോട്ട് ചെയ്തെടുത്താൽ നമുക്ക് ആ ഓയിലിലേക്ക് വല്ലാണ്ട് ആ ഒരു ബ്രെഡ് ക്രംസ് ചാടില്ല, അപ്പോൾ കരിഞ്ഞു പോകുന്നില്ല. അപ്പോൾ അത് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് കോട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് ചെയ്തെടുക്കാം. സെയിം മെത്തേഡിൽ തന്നെ ബോൾസ് എടുക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു മെത്തേഡിൽ ഞാൻ 7 ബോൾസ് ആക്കിയിട്ടാണ് എടുക്കുന്നത്. ഈ ഒരു 4 പഴം 7 ബോൾസ് ആക്കി എടുക്കാനുള്ള പഴം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് വലുപ്പം അതിനനുസരിച്ച് എടുക്കുന്നത്. അത്യാവശ്യം വലിയൊരു ബോളാണ്, ആ രീതിയിൽ നിങ്ങൾ ചെയ്തെടുക്കുക. നിങ്ങൾക്ക് എത്ര വലുപ്പം വേണോ അതിനനുസരിച്ച് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിൽ വെച്ചിട്ടുള്ള പിസ്താഷ്യൊക്കെ അത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അണ്ടിപ്പരിപ്പ് ഉണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുക. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഫില്ലിങ് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ഈ ചോക്ലേറ്റിന് പകരമായിട്ട് തേങ്ങാപ്പണ്ടുണ്ടല്ലോ, തേങ്ങയും പഞ്ചസാരയും ഏലക്കയൊക്കെ ഇട്ടിട്ടുള്ള ആ ഒരു പണ്ടം വെച്ചിട്ടും ഇതേ സെയിം മെത്തേഡിൽ തന്നെ നമുക്ക് ചെയ്യാം. മുന്നേ ദിവസം അങ്ങനെ ഒരു ചെയ്തിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒന്ന് വെറൈറ്റി ആയിട്ട് ചിന്തിച്ചപ്പോൾ കിട്ടിയിട്ടുള്ള ഐഡിയ വെച്ചിട്ട് തയ്യാറാക്കിയെടുത്തിട്ടുള്ള ഒരു സ്നാക്കാണിത്. അപ്പോൾ പഴം കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കൊക്കെ ഇതുപോലെ തയ്യാറാക്കി കൊടുത്തു നോക്കൂ. ചോക്ലേറ്റൊക്കെ ഉണ്ടാകുമ്പോൾ എല്ലാവരും നല്ല പെട്ടെന്ന് തന്നെ എടുത്ത് കഴിച്ചോളും. അപ്പോൾ ഞാനിവിടെ ഓയിൽ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓയിലിലേക്ക് ഇത് ഓരോന്നായിട്ട് ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ ഇതിൽ നിന്ന് എടുക്കാം കേട്ടോ. നമുക്കിത് ഉള്ളിലേക്ക് വെന്ത് കിട്ടേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ജസ്റ്റ് ആ ഒരു പുറം ഭാഗം ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ ഒന്ന് വേവിച്ചെടുത്താൽ മതി. 2 സൈഡൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് വേവിച്ചെടുത്താൽ മതി. പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടുകയും ചെയ്യും. അപ്പോൾ അതാ ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ സിമ്പിളല്ലേ ഇന്നത്തെ ഒരു സ്നാക്ക്. കുട്ടികൾക്കൊക്കെ സർപ്രൈസ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന, സർപ്രൈസ് ഇതിനുള്ളിലുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം. ഞാൻ പറഞ്ഞ പോലെ ചോക്ലേറ്റ് ഗനാഷൊക്കെ പകരം ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ചോക്ലേറ്റ് ചിപ്സോ ഒക്കെ ഇട്ടിട്ടും ചെയ്യാം കേട്ടോ. അത് ചൂടാവുമ്പോൾ അത് മെൽട്ടായിക്കോളും. അപ്പോൾ നല്ല മെൽട്ടായിട്ടുള്ള കൺസിസ്റ്റൻസി ആയിട്ട് നമുക്ക് കിട്ടും. ഇതിങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് ഉള്ളിൽ നിന്ന് ഇങ്ങനെ ലാവ കേക്ക് എന്നൊക്കെ ചോക്ലേറ്റ് ഇറങ്ങി വരില്ല, ആ രീതിയിലാണ് നമുക്ക് കിട്ടുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യാം. ഇൻഷാ അല്ലാഹ് പുതിയൊരു നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. താങ്ക്